ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വർക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കോമ്പ് പിന്നിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കുറച്ച് പേൾസും ക്രിസ്റ്റലും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിന് ചെയ്തെടുക്കുന്നത്. എന്നാൽ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പാകത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. കോപ്പർ വയർ എടുത്ത് വെച്ചിട്ടുണ്ട്, ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ലേസിൽ നിന്ന് ഒരു പീസിനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഐസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ലേസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു നെറ്റ് ക്ലോത്തുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു നെറ്റ് ക്ലോത്ത് വെച്ചിട്ട് 2 ബോ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ബോയുടെ അളവ് എന്ന് പറയുന്നത് ഒരു ചെറിയ ബോവും ഒരു വലിയ ബോവും. അപ്പോൾ അത് എത്ര വലുതായാലും ചെറുതായാലും അതിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം വലുതാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഉള്ളോട്ടൊന്നും മടക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് മുകളിൽ നിന്നും താഴത്തോട്ട് മടക്കി, അതുപോലെ തന്നെ ഇരുവശത്തു നിന്നും മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ സെൻറ്ററിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലോത്തിൽ ബോ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു മെത്തേഡിൽ. എന്നിട്ട് സെൻറ്ററിൽ കെട്ടിട്ട് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബോ ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ബോവും ഈ ഒരു സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ കുറച്ച് സ്പീഡിലാണല്ലോ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് കറക്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുള്ളത് അധികം ഉള്ളോട്ട് മടക്കാതെയാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചധികം ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് കുഞ്ഞു ബോ ആണല്ലോ വേണ്ടത്. അപ്പോൾ കുറച്ചധികം ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കണ്ടോ. ഇങ്ങനെ ഇരുവശത്തേക്കും ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ ഇത് കുറച്ച് ചെറിയ ബോ ആണ്. അപ്പോൾ അങ്ങനെ 2 ബോ നമ്മൾ ഇവിടെ ചെയ്തെടുത്തു. ഇനി ഈ 2 ബോയുടെ എനിക്കൊന്ന് കൂട്ടിക്കെട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രണ്ടും ചേർത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുന്നുണ്ട്. ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോ മേക്കിംഗ് നിങ്ങൾക്ക് വ്യത്യസ്ത കളറുകളിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഫുൾ വൈറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഏത് നെറ്റാണോ ഉള്ളത് അല്ലെങ്കിൽ ഏത് ഫാബ്രിക്കാണോ ഉള്ളത് ആ ഒരു ഫാബ്രിക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ബീഡ് വെച്ചിട്ടുള്ള വർക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കോപ്പർ വയറിൽ നിന്നും ഇതുപോലെ ഒരു പീസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ കുഞ്ഞു ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് ചെറിയ പേൾ ബീഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീഡിൻ്റെ കളേഴ്സ് ആയാലും ബീഡിൻ്റെ വലിപ്പമായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ വൈറ്റ് ബീഡും കുറച്ച് വലിയ പേൾ ബീഡും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുഞ്ഞു ബീഡ് ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ഡ്രോപ്പ് ബീഡ് ഇട്ട് കൊടുത്തു. ശേഷം വൈറ്റ് ചെറിയ ബീഡും ക്രിസ്റ്റലും പേളും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ടൈ രൂപത്തിൽ കെട്ടി കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ലോ. അപ്പോൾ അതിനാവശ്യമായ നീളത്തിലേക്ക് ഞാൻ ഇതിനൊന്ന് കോർത്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇവിടെ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം താഴ്ഭാഗത്തേക്ക് ഹാങ്ങിങ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം നീളത്തിലെടുക്കുക കേട്ടോ. ഇതിപ്പം ഒരുപാടൊന്നും താഴത്തോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ താഴ്ഭാഗത്ത് ഏറ്റവും എൻഡിലും ഒരു ബീഡിനെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള വയറിനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീഡ്സ് കോർത്തെടുത്തത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ടൈ രൂപത്തിൽ കെട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പർ വയർ വെച്ചിട്ട് കെട്ടി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊടുത്താലും മതി. കെട്ടി കൊടുക്കുമ്പോൾ ബീഡിൻ്റെ മുകളിലൂടെ കെട്ടി കൊടുക്കാതെ ബീഡിൻ്റെ ഏതെങ്കിലും 2 ബീഡിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് കടത്തിയിട്ട് ഉള്ളിലൂടെ കെട്ടി കൊടുക്കുക കേട്ടോ. പുറത്തേക്ക് ത്രെഡ് കാണാത്ത രീതിക്ക് ബീഡിൻ്റെ ഇടയിലൂടെ കയറ്റിയിട്ട് ത്രെഡിനെ കെട്ടി കൊടുക്കുക. അപ്പോൾ പുറമേക്ക് ഒട്ടും തന്നെ ത്രെഡ് കാണാതെ നമുക്കിതാ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിനെ നമ്മൾ ബോ സെറ്റ് ഇത് വെച്ചതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ശേഷം വീണ്ടും ത്രെഡ് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലൂടെ തന്നെ ഒന്ന് നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് കെട്ടി കൊടുക്കുമ്പോഴും നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ അതും നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീഡ്സിൻ്റെ ഇടയിലൂടെ ത്രെഡിനെ കടത്തിയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ പുറമെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതും ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഞാൻ ഈ ഒരു ഐ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കോമ്പ് പിന്നിലേക്ക് നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചെയ്ത വർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡിലേക്കും നൈലോൺ ബാൻഡിലേക്കും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പരിചയപ്പെടുത്തി തരാമെന്നുള്ളതിൽ ഞാൻ ഇപ്പോൾ കോമ്പ് പിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പിന്ന് നിങ്ങൾക്ക് എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. ബ്ലാക്ക്, ഗോൾഡൻ, സിൽവർ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. പിന്നെ കളേഴ്സിലും കിട്ടാനുണ്ടെന്നാണ് തോന്നുന്നത്, കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വർക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുവരേക്കും ബൈ ഓൾ.